ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പപ്പായ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ചിക്കൻ കറിയുടെയൊക്കെ അതേ രുചിയിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പപ്പായ കറിയുടെ ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പപ്പായ കഴുകി തൊലിയൊക്കെ ചെത്തിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളെല്ലാതും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇപ്പം ഞാനിവിടെ ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ മൺചട്ടിയിലാണ് ഞാൻ ഇന്ന് കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി അതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ഒരു 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടിയിട്ട് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സവോള വഴന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ കൂടി ഈ കറിക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഈ കറിയിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ അരമുറി തേങ്ങ കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഇവിടെ ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയും ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള മുളക് പൊടി നല്ല എരിവുള്ളതുകൊണ്ട് ഞാനിവിടെ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ മുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. പൊടികളുടെയൊക്കെ പച്ചമണമൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 2 തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ മിക്സ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് കഷ്ണങ്ങളിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം എല്ലാതും മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഞാൻ ഇവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്.
എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറവുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. ഞാനിവിടെ കുറച്ചും കൂടിയും ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഞാൻ അടച്ച് വെച്ചിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 10-15 മിനിറ്റ്. ഏകദേശം പപ്പായൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയുന്നുണ്ടാവും വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പക്ഷെ ഞാനതിവിടെ വീഡിയോയിൽ കാണിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് തേങ്ങ അരച്ചിട്ടുള്ള അതിൻ്റെ പാല് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഏകദേശം ഇതൊന്ന് കുറുകി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഉള്ളി കാച്ചിയിട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതിലേക്കൊരു 5-6 ചെറിയുള്ളി അരിഞ്ഞിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു തിക്കായിട്ട് തന്നെ കറി വന്നിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ചപ്പാത്തിക്കോ ദോശയ്ക്കോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.